അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരാറുണ്ട്. മനസ്സമാധാനമില്ലായ്മ, കടബാധ്യത, ഉപജീവനത്തിലെ ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിനെല്ലാം ഒരു മഹത്തായ പരിഹാരം ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാ എന്ന ചെറിയ വാക്കിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് അത്ഭുതകരമായ അനുഗ്രഹങ്ങളാണ്. ഇസ്തിഗ്ഫാർ എന്താണ് മുഹിബീങ്ങളെ? അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതാണ് ഇസ്തിഗ്ഫാർ. എല്ലാ മനുഷ്യരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് അല്ലേ? ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരുണ്ടോ? ഇല്ല, എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ. നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് ഞാൻ അറിഞ്ഞറിയാതെ ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് റബ്ബേ, ഈ നിമിഷം വരെ ചെയ്ത നീ എനിക്കെല്ലാം പുറത്ത് തന്നെ. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് മുന്നിൽ ഖേദിച്ച് പാപമോചനം ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ നല്ല ആളുകൾ എന്നത്. ഖുർആൻ പറയുന്ന നേട്ടങ്ങൾ നമുക്ക് നോക്കാം. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹു നമുക്ക് ധാരാളമായി നൽകും, സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിക്കും. പക്ഷേ അതിനെല്ലാം നമ്മൾ എന്ത് പറയണം? നന്ദി അറിയിക്കണം. ഇത് ഖുർആനിൽ വ്യക്തമാക്കി പറയുന്ന കാര്യമാണ്. ഹദീസിൽ വന്ന മറ്റൊരു മഹത്വം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇസ്തിഗ്ഫാർ സ്ഥിരമാക്കിയാൽ അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും ഒരു വഴിയും എല്ലാ സങ്കടങ്ങളിൽ നിന്നും ഒരു ആശ്വാസവും നൽകും എന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം. സുബഹിക്ക് ശേഷം, മഗ്‌രിബിന് ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ്, ഒഴിവ് സമയങ്ങളിലെല്ലാം നാം എന്താണ്? ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നാം ശ്രമിക്കണം, അല്ലെങ്കിൽ നാം തീരുമാനിക്കണം. ചെറിയ അമൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കും? വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുന്ന വഴി നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാനും എല്ലാത്തിനും നമുക്ക് കാരണമാകും. റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കാനൊക്കെ ഇസ്തിഗ്ഫാർ കാരണമാകുന്നു എന്നതാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ഇതേപോലെ നല്ല അറിവ് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് വച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.